2020 ലോകകപ്പ് കളിക്കാനായി ഇന്ത്യയിലേക്കില്ല എന്ന് ബംഗ്ലാദേശിന്റെ 3 മത്സരങ്ങൾ കൊൽക്കത്തയിലാണ് നടക്കേണ്ടിയിരുന്നത്. ബംഗ്ലാദേശ് ക്രിക്കറ്റർ മുസ്താഫിസുൽ റഹ്മാനെ IPL നിന്ന് ഒഴിവാക്കിയതാണ് ബംഗ്ലാദേശിന്റെ ഈ തീരുമാനത്തിന് കാരണം. അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, എന്താണ് സാഹചര്യം? കളി അത് രാഷ്ട്രീയ സ്വഭാവമുള്ളതായി കൂടി മാറുകയാണോ, അതോ IPL-മായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണോ? ക്രിക്കറ്റിലേക്ക് രാഷ്ട്രീയം അതിരൂക്ഷമായി കടന്നു വരുന്നതിന്റെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് വർഗീയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഞങ്ങളുടെ ഒരു താരത്തിന് ഇന്ത്യയിൽ കളിക്കാൻ അവർക്ക് വേണ്ട സുരക്ഷ നൽകാൻ കഴിയില്ല എങ്കിൽ എങ്ങനെയാണ് ഞങ്ങളുടെ മുഴുവൻ ടീം അംഗങ്ങളും ഇന്ത്യയിൽ പോയി കളിക്കുക എന്ന് ബംഗ്ലാദേശ് ചോദിക്കുന്നു. അത് മുസ്താഫിസുർ റഹ്മാന്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തെ 9 കോടി രൂപയ്ക്കാണ് ഇത്തവണ IPL കളിക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. പക്ഷേ BCCIയുടെ നിർദ്ദേശപ്രകാരം മുസ്താഫിസുറിനെ IPL നിന്ന് ഒഴിവാക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന ചോദ്യം ബംഗ്ലാദേശ് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് മറുപടി കൊടുത്തിട്ടില്ല. എന്തായാലും ഒരു കളിക്കാരന് ഇന്ത്യയിൽ കളിക്കാൻ പറ്റില്ല എങ്കിൽ, അതിന് വേണ്ട സുരക്ഷ നൽകാൻ കഴിയില്ല എങ്കിൽ എങ്ങനെ ഞങ്ങളുടെ മുഴുവൻ കളിക്കാരെ അങ്ങോട്ടേക്ക് അയക്കുമെന്ന് ബംഗ്ലാദേശ് ചോദിക്കുമ്പോൾ, ബംഗ്ലാദേശിന്റെ 3 കളികൾ കൊൽക്കത്തയിലും 1 കളി മുംബൈയിലുമാണ് നടക്കേണ്ടത്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ കളിക്കാൻ കഴിയില്ല, ഞങ്ങൾ ശ്രീലങ്കയിൽ കളിച്ചോളാം എന്ന് പറയുന്നു. നേരത്തെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഇന്ത്യയിൽ നടത്താതെ മറ്റൊരു നിഷ്പക്ഷ വേദിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയെങ്കിൽ ആകെ ഈ ലോകകപ്പിന്റെ നിറത്തെ തന്നെ ബാധിക്കുന്ന നിലയിലുള്ള ഒരു ഇടപെടലാണ് പൊതുവെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് വിലയിരുത്തേണ്ടി വരും.